നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കി എടുത്താലോ. നല്ല ബോൾ ഷേപ്പിൽ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2-3 ഏലക്ക പൊടിച്ചതും കുറച്ച് അപ്പസോഡയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കിയെടുത്ത ഈ മിക്സിലേക്ക് നമ്മൾ 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് ഇളക്കി കട്ടയില്ലാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ കുറേശ്ശെ ആയിട്ട് 2 കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബൗൾ റവ നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം കണ്ടില്ലേ, ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണ്. ഇതൊന്നുകൂടെ തിക്കായി വരാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് ഇത് കൈ വെച്ച് തന്നെ നന്നായി കുഴച്ച് കൊടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നമ്മളിതിങ്ങനെ കയ്യിലെടുത്ത് ഉരുട്ടുമ്പോൾ ഒരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ ഉരുണ്ട് നിൽക്കണം, പൊട്ടിപ്പോവാൻ പാടില്ല. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതിങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല കേട്ടോ. ഞാനിപ്പോൾ എണ്ണ തടവിയിട്ടില്ല, അതുകൊണ്ടാണ് കയ്യിൽ നന്നായി ഒട്ടി പിടിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെ കറക്റ്റ് ഉരുട്ടിയപ്പോൾ ഇങ്ങനെ ഉരുണ്ട് ബോൾ ഷേപ്പിൽ വരണില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിവിടെ സമയമില്ലാത്തത് കാരണം 1/2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. എന്നാൽ തന്നെ റവ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പക്ഷേ ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വരെയൊക്കെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഇത് നമുക്ക് ചെറിയ ബോളുകളാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കയ്യിൽ എണ്ണ തടവി ഇങ്ങനെ ചെറിയൊരു പീസ് എടുത്ത് കയ്യിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ബോളായി തന്നെ കിട്ടും. അപ്പോൾ എണ്ണ തടവിയത് കാരണം ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കണമില്ല. നല്ല വൃത്തിക്ക് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ മുഴുവൻ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ കളറാവും, ഉള്ളു വെന്ത് വരികയില്ല. അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കണം. ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ചൂടൊക്കെ നല്ലപോലെ ആറിയ ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. അതായത് പെട്ടെന്ന് കേട് വന്നു പോകുന്ന സ്നാക്സ് അല്ല, നമുക്ക് ഒരാഴ്ച വരെയൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ മുഴുവൻ ബോൾസും കളറൊക്കെ മാറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ വേവിച്ചെടുക്കാം. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതുപോലെ ഉണ്ടാക്കാനും വളരെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് എന്ന് വെച്ച് ഭയങ്കര ഹാർഡൊന്നും അല്ല കേട്ടോ. നമുക്ക് കടിച്ചാൽ പൊട്ടുന്ന പരുവം തന്നെയാണ്, ഉള്ളു സോഫ്റ്റുമാണ്. എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.